ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗമാണ് കാണുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം കൂട്ടുകാർക്ക് 6 ആക്ടിവിറ്റീസാണുള്ളത്. ഫസ്റ്റ്, എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നത് പോലെ റീഡിങ് കോംപ്രഹെൻഷൻ. ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു പോയമോ കൂട്ടുകാർക്ക് വായിക്കാനായിട്ട് തരും. അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യനെല്ലാം കൂട്ടുകാർ ആൻസർ ചെയ്യണം. രണ്ടാമത്തേത് കോൺവെർസേഷൻ, സംഭാഷണം എഴുതാനാണ്. കൂട്ടുകാർക്ക് അറിയാമല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിലായി തന്നെ ഹിൻസ് തരും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നോക്കി കൂട്ടുകാർ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും. അടുത്തതാണ് ഡെസ്ക്രിപ്ഷൻ. ഒരു പിക്ചർ കൂട്ടുകാർക്ക് നൽകിയിരിക്കും. അതിനെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനായിരിക്കും മൂന്നാമത്തെ ചോദ്യം, അഥവാ ഡെസ്ക്രിപ്ഷൻ. 4, ആഡ് മോർ ലൈൻസ്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാം. നമ്മൾ പാഠഭാഗങ്ങളൊക്കെ പഠിച്ചപ്പോൾ ആഡ് മോർ ലൈൻസ് ഒത്തിരി എഴുതിയായിരുന്നു അല്ലേ? അപ്പോൾ കൂട്ടുകാർ പോയമിന് അനുസരിച്ച് തന്നെ നെക്സ്റ്റ് വരികൾ ആഡ് ചെയ്ത് എഴുതാനായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ്, വേർഡ് പസിൽ. ഇടയ്ക്കൊക്കെ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് വേർഡ് പസിൽസ്. അപ്പോൾ അതും കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ റീഡ് ആൻഡ് ഡ്രോ, പടം വരയ്ക്കാനും നിറം കൊടുക്കാനും ഒക്കെ ചോദിക്കാം. അതൊക്കെ കൂട്ടുകാർ പഠിച്ചു വെച്ചേക്കുക. കളർ ബോക്സ് ഒക്കെ കൊണ്ടുപോകുക കേട്ടോ. ആക്ടിവിറ്റി ഫസ്റ്റ്, റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡ് ദ സ്റ്റോറി given below and answer the question. The squirrel and the puppy were friends. Come, let's play, puppy said to the squirrel. They began to play. Look, there is a cap on the tree, said the puppy. The squirrel climbed to the tree and took up the cap. Come, let's play with the cap, said the puppy. The puppy and the squirrel played with the cap. Suddenly, the squirrel fell into a pond near the tree. Help me, help me, the squirrel cried aloud. The puppy jumped into the pond. Get on my back, said the puppy. The squirrel climbed on the puppy's back. The puppy came out of the pond. Thank you, friend. You saved my life, said the squirrel. അപ്പോൾ നോക്കിയ കൂട്ടുകാരെ, ഇവിടെ ഒരു മനോഹരമായ കഥയായിരുന്നു അല്ലേ? ഇവിടെ ഒരു സ്ക്വിറലും ഒരു അണ്ണാൻ കുഞ്ഞും ഒരു പപ്പിക്കുട്ടിയും ഫ്രണ്ട്സ് ആയിരുന്നു, ചങ്ങാതിമാരായിരുന്നു. അവർ രണ്ടുപേരും കൂടെ പുഴക്കരയിൽ കളിക്കുമായിരുന്നു അല്ലേ? അപ്പോഴാണ് ഒരു ട്രീയുടെ മുകളിലായിട്ട് ഒരു ക്യാപ്പ്, ഒരു തൊപ്പി കാണുന്നത്. അങ്ങനെ സ്ക്വിറൽ അത് ചാടി കയറി എടുക്കാൻ പോയി. അപ്പോഴേക്കും കാല് വഴുത്ത് തൊട്ടടുത്ത് കുളത്തിലേക്ക് വീണു. അങ്ങനെ സ്ക്വിറൽ വെള്ളത്തിൽ കിടന്നിട്ട് രക്ഷിക്കണേന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ പപ്പി ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ പപ്പിയുടെ പുറകിൽ കയറിയിരുന്ന് സ്ക്വിറൽ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു അല്ലേ? ഇതാണ് കഥ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ ദ ഫ്രണ്ട്സ് ഇൻ ദി സ്റ്റോറി? ഈ സ്റ്റോറിയിലെ, ഈ കഥയിലെ കൂട്ടുകാർ ആരെല്ലാമാണ്? ആൻസർ നോക്കൂ. സ്ക്വിറൽ ആൻഡ് പപ്പി. ബി, വാട്ട് ഡിഡ് ദ പപ്പി സീ ഓൺ ദ ട്രീ? എന്താണ് പപ്പി ട്രീയുടെ മുകളിൽ കണ്ടത്? എ ക്യാപ്പ്, ഒരു തൊപ്പിയാണ് കണ്ടത് അല്ലേ? സി, ഹു സേവ്ഡ് ദ ലൈഫ് ഓഫ് ദി സ്ക്വിറൽ? സ്ക്വിറലിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് ആരാണ്? നെക്സ്റ്റ് നോക്കിയേ, ഹു സെഡ് ദീസ് വേർഡ്സ്? ഈ വാക്കുകൾ ആരാണ് പറഞ്ഞത്? ഡി, കം ലെറ്റ്സ് പ്ലേ, വരൂ നമുക്ക് കളിക്കാം. ആരാ പറഞ്ഞത്? യെസ്, പപ്പി. ഇ, ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, ആരാ രക്ഷിക്കണേന്ന് കരഞ്ഞത്? യെസ്, ദ സ്ക്വിറൽ. ആക്ടിവിറ്റി 2, കോൺവെർസേഷൻ. Complete the conversation between Eppin and the crayon. Eppin was in the forest. How shall I reach home? He thought. Eppin became sad. Soon he saw a big crayon in front of him. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ എബിൻ എവിടെയാണ്? കാട്ടിന് നടുവിലാണ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ വീട് കണ്ടെത്തുക?
എബിൻ ചിന്തിച്ചു. അപ്പോഴേക്ക് എബിന് സങ്കടം വന്നു. അവൻ നോക്കിയപ്പോൾ ഒരു വലിയ ക്രാൻ അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ ഇനി ഓരോ പിക്ചർ നോക്കിയിട്ട് കൂട്ടുകാർ കോൺവെർസേഷൻ എഴുതണം. ക്രാൻ ചോദിക്കുകയാണ്, ഹൂ ആർ യു? എബിൻ, ഐ ആം എബിൻ. നീ ആരാണ്? ഞാൻ എബിനാണ്. ക്രാൻ, വൈ ആർ യു ക്രൈയിങ്? എന്തിനാ നീ കരയുന്നത്? എബിൻ, ഹൗ ഷൽ ഐ റീച്ച് ഹോം? ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട് കണ്ടെത്തുക? തേർഡ്, ക്രാൻ, ഡോണ്ട് വറി, ഐ ഷാൽ ഹെൽപ്പ് യു. സാരമില്ല, കരയണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. എബിൻ, താങ്ക് യു. ക്രാൻ, ഹോൾഡ് ഓൺ മൈ ലെഗ്സ്. എൻ്റെ കാലിൽ തൂങ്ങിക്കിടക്കണം കേട്ടോ, പിടിച്ചു കൊള്ളണം. എബിൻ, ഓക്കെ ഷുവർ, തീർച്ചയായിട്ടും. ക്രാൻ, വി ആർ ഗോയിങ് ടു ദ വാലി ഓഫ് ഫ്രൂട്ട്സ്. Ebin saw some houses below. Ebin, is it my village? Cran, yes, that is your village. The cran took Ebin home. നമ്മൾ കോൺവെർസേഷൻ എഴുതി. നെക്സ്റ്റ് നോക്കി തേർഡ് ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ. ഇവിടെ വലിയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചറിൽ പല കാര്യങ്ങളും നമുക്ക് കാണാം അല്ലേ? അതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? കൂട്ടുകാർ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രത്തെക്കുറിച്ചുള്ള വർണ്ണനയെല്ലാം നമ്മൾ പാഠം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. നമ്മുടെ എബിൻ്റെ പാഠം പഠിച്ചപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി. ദി ക്രാൻ വാസ് ഫ്ലൈയിങ് വിത്ത് ദ എബിൻസ് ടു ഹിസ് ഹോം. ഓൺ ദി വേ ദർ സോ മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഓൺ സച്ച് എ സീൻ ഇൻ ഗിവൻ ബിലോ. ഡിസ്ക്രൈബ് ദ പിക്ചർ. ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ സീ കാണാം, അതിൽ ഒരു കപ്പൽ കാണാം, ഒരു ഷിപ്പുണ്ടല്ലേ, അതിൽ 3-4 മീൻ പിടിക്കുന്നവർ കടലിലേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കച്ചവടക്കാരെയൊക്കെ കാണാം അല്ലേ? ഇവിടെ കടൽ കാണാൻ വന്ന് നിൽക്കുന്നവരും വിൽക്കുന്ന ആൾക്കാരുടെയും ബലൂണ്, അതുപോലെ ഐസ്ക്രീമുകൾ, പട്ടം പറത്തുന്ന കുട്ടി, പിന്നെ കൊച്ചു കൊച്ചു വീടുകൾ, തിരമാല, ഇതൊക്കെ നമുക്ക് കാണാം. പക്ഷികൾ അങ്ങ് ദൂരെ പറന്നു പോകുന്നതൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർ ഉൾപ്പെടുത്തി ഒരു വിവരണം തയ്യാറാക്കണം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആർ മൂഡ് ലൈൻസ്. ക്വസ്റ്റ്യൻ വായിക്കാം. The bear went back to the forest first in the fly, and his friends were happy. They began to sing a song. Add more lines to the sing. It's a happy day. This house is made of love. We shall sing. We shall run. We are ready to play. Next നമുക്ക് വരികൾ കൂട്ടിച്ചേർക്കാം. നോക്കി. It's a happy day. This house is made of love. We shall dance. We shall run. We are ready to play. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരും ആഡ് മോർ ലൈൻസ് ചെയ്യാനായിട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ 5th ക്വസ്റ്റ്യൻ. ആക്ടിവിറ്റി 5 വേർഡ് പസിൽസ്. നമുക്കിവിടെ ഹിൻസ് തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് കംപ്ലീറ്റ് ദി പസിൽസ് ബേസ്ഡ് ഓൺ ദി ഹിൻസ്. ഹിൻസ് ഉപയോഗിച്ച് കൂട്ടുകാർ ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എ ക്രോസ്. ഫസ്റ്റ് പ്ലേസ് ടു ബൈ തിങ്സ്. സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നത്? എവിടെയാണ്? എഴുതിക്കോളൂ. യെസ്, മാർക്കറ്റ്. സെക്കൻഡ് ഹോം ഓഫ് വൈൽഡ് ആനിമൽസ്. വൈൽഡ് ആനിമൽസ് താമസിക്കുന്ന ഹോമിന് എന്താ പേര് പറയുക? യെസ്, ഫോറസ്റ്റ്. നെക്സ്റ്റ് ഡൗൺ, താഴേക്ക്. 3 വി സീ പ്ലാന്റ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ഹിയർ. നമ്മളവിടെ പ്ലാന്റ്സുകൾ കാണും, അതുപോലെ തന്നെ പൂക്കൾ കാണാം, ബട്ടർഫ്ലൈസിനെയൊക്കെ കാണാൻ പറ്റും. എവിടെയാണ്? യെസ്, ഗാർഡൻ. നെക്സ്റ്റ് യു ക്യാൻ സീ വേവ്സ് ഹിയർ. ഇവിടെ നിങ്ങൾക്ക് വേവ്സ്, തിരമാലകൾ കാണാനായിട്ട് കഴിയും. എവിടെയാണ്? അതെ, സീ. എവിടെയാണ്? കടലിലാണല്ലേ? എഴുതിക്കോളൂ. 4മത്തേത് സീ. നെക്സ്റ്റ് വി സീ ക്ലൗഡ്സ് ഹിയർ. നമുക്കവിടെ മേഘങ്ങൾ കാണാനായിട്ട് കഴിയും. എവിടെയാണ് മേഘങ്ങൾ കാണുന്നത്? യെസ്, ഇൻ ദി സ്കൈ. എഴുതിക്കോളൂ. 5മത്തേത് സ്കൈ. അപ്പോൾ നമ്മൾ ഹിൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്തു? വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 റീഡ് ആൻഡ് ഡ്രോ. റീഡ് ദി സെൻറ്റൻസസ് ഗിവൻ ബിലോ. ഡ്രോ ദി പിക്ചർ അക്കോർഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻസ്. ഇവിടെ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കൂട്ടുകാർ ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ എ ഹൗസ്. ഒരു വീട് വരയ്ക്കുക. നെക്സ്റ്റ് എന്താ? ഡ്രോ എ ട്രീ നിയർ ദി ഹൗസ്. Draw a bird on the tree. Draw 2 birds flying in the sky. Draw a plant with the flowers under the tree. ഇവിടെ കണ്ട കൂട്ടുകാരെ നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലേ? ഒരു വീട് വരച്ചു.
വീടിൻ്റെ അടുത്തായിട്ടൊരു ട്രീ നിൽക്കുന്നു. ആ ട്രീയിലൊരു ബേർഡ് ഇരിക്കുന്നതായിട്ട് വരയ്ക്കാൻ പറഞ്ഞു. പിന്നെ 2 പക്ഷികൾ പറക്കുന്നതായിട്ട് നമ്മൾ വരച്ചു. പൂക്കളൊക്കെ കൂട്ടുകാർ വരച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എക്സാമൊക്കെ നന്നായിട്ട് എഴുതുക. പാഠഭാഗമൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂട്ടുകാർ ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ എഴുതുക. നന്നായിട്ട് പാഠഭാഗങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻസൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂട്ടുകാർ ആൻസർ ചെയ്യുക. അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്